ഇസ്രായേലിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ മറുവശത്ത് ഇറാനിൽ ജനങ്ങൾ രാജ്യത്തിനു വേണ്ടിയും അഭിമാനത്തിനു വേണ്ടിയും എന്തും വില കൊടുത്തും യുദ്ധം നേരിടാൻ തയ്യാറാണെന്ന സന്ദേശമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ ഈ വിരുദ്ധമായ ജനമനോഭാവങ്ങൾ ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമാക്കുന്നു. യുദ്ധം 2ാം മാസത്തിലേക്ക് കടന്നതോടെ ഇസ്രായേലിൽ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായി വ്യാപിച്ചു വരികയാണ്. തുടക്കത്തിൽ ചെറിയ കൂട്ടങ്ങൾ മാത്രമായിരുന്ന പ്രതിഷേധങ്ങൾ ഇന്ന് ആയിരങ്ങളായി വളർന്നു. ടെല്ലവീവ്, ഹൈഫ, ജെറുസലേം എന്നിവിടങ്ങളിൽ വലിയ റാലികൾ സംഘടിപ്പിക്കപ്പെടുന്നു. മാർച്ച് 28-ന് രാത്രി രാജ്യത്തുടനീളം നടന്ന പ്രതിഷേധങ്ങളിൽ മാത്രം 21 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ വിരുദ്ധ ഗ്രൂപ്പുകളും പ്രതിഷേധങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം യുദ്ധഭൂമിയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. യമനിലെ ഹൂതികൾ ഇസ്രായേലിനെതിരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ ഹിസ്ബുള്ളയോടൊപ്പം മറ്റൊരു ശക്തിയും യുദ്ധത്തിൽ സജീവമായതായി വിലയിരുത്തപ്പെടുന്നു. ഇതോടെ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത മുന്നറിയിപ്പുകളാണ് ഉയരുന്നത്. അമേരിക്ക ഇസ്രായേൽ സഖ്യം ഇറാനിലെ ലക്ഷ്യങ്ങളെ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കൻ സർവകലാശാലകളെ ലക്ഷ്യമിടുമെന്ന മുന്നറിയിപ്പ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നൽകിയിട്ടുണ്ട്. മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിച്ചതും കരയുദ്ധ സാധ്യതകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഹൂതികളുടെ പ്രതികരണത്തെ ശക്തമാക്കിയതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടൊപ്പം ആഗോള സാമ്പത്തിക രംഗത്തും ഈ സംഘർഷം പ്രതിഫലിക്കുന്നു. അതേസമയം യുദ്ധം ദീർഘകാലം നീളില്ലെന്നും ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയുടെ പ്രതികരണം. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം ദൂരെയാണെന്നതും ജനങ്ങളുടെ മനോഭാവം തന്നെ ഈ സംഘർഷത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുമെന്നതും വ്യക്തമാണ്.